ഇപ്പൊ നമുക്ക് കിട്ടണം. അപ്പൊ എല്ലാരും കൂടി നമ്മള് റിയാലിറ്റിയിലേക്കായിട്ട് പോണേ. റിയാലിറ്റിയിലേക്ക്. അപ്പൊ ഇത് എവിടെ നിന്ന് വന്ന സാധനം? ഞങ്ങൾ പാതുവ സെന്ററിൽ നിന്നാണ് കയറി പോകുന്നത്. പാതുവ സെന്ററിൽ നിന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഞങ്ങൾ അങ്ങോട്ട് പോന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇറങ്ങിയതാണ്. അതെ. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മളപ്പോ പോണത് റിയാൽത്തോയിലേക്കാട്ടെ. ബോട്ടിങ് ഉണ്ടല്ലോ, ബോട്ടിന്റെ റേറ്റ് റിയാൽത്തോ അല്ലേ? റിയാൽത്തോയിലുണ്ട്, സെന്റ് മാർക്കോ ഉണ്ട്. സെന്റ് മാർക്കോയിൽ പോകണമെങ്കിൽ നമ്മൾ ബിയിൽ എടുക്കണം, മറ്റേതാണെങ്കിൽ ഏവ് എടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ സാധനം. നിങ്ങൾ റെക്കോർഡ്സ് അതെ, ഒരു ഭയങ്കര ഒരു ഡിസൈനിലുള്ള ഒരു പണിത് ഉള്ള സൗകര്യത്തിലല്ലേ പണിതെടുത്തണേ. ഈ വീടുകളുടെ അടിയിലുണ്ടോ വെള്ളമായിരിക്കും അല്ലേ? മരങ്ങളാണ്. ആണാ? മരത്തിന്റെ കുട്ടികൾ അടിച്ചു താത്തിട്ട് അതിന്റെ മുകളിലാണോ? അടിച്ചു താത്തി ആളുകൾ കൂടുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരിക്കണം. അത് ഇത് മണ്ണല്ലേ? മരത്തിന്റെ മരത്തിലാണ് പങ്കു ചേർത്തത്. ഏറ്റവും വലിയ പ്രത്യേകത കത്തോലിക്കോ. അവരെല്ലാവരും എത്തി, അവർ വന്നുകൊണ്ടിരിക്കണതാണ്. കണ്ട ചില സ്ഥലത്തൊക്കെ ഉള്ളൂ, പക്ഷെ ചില സ്ഥലത്ത് സാധനമില്ല. അത് എല്ലായിടത്തും ഉണ്ടാവില്ല, ചിലയിടത്ത് റേഞ്ച് കിട്ടില്ല. അപ്പൊ നമുക്ക് മാപ്പിംഗ് ആയിരിക്കും പറ്റുള്ളൂ. അവരെല്ലാരും വന്നണ്ട ആസ്പത്താരേ. ഓക്കെ, അന്നേരം വരാം. ചിലപ്പോ നമുക്ക് ഫെസ്റ്റ് ഭയങ്കര പൈസ. ഇവിടെ ദിവസത്തിന് തന്നെ 110 രൂപ, 150 രൂപ, 150 രൂപയൊക്കെ. അതും നല്ല സൂട്ടൊന്നും കിട്ടില്ല, ചെറിയ ലോക്കൽ റൂം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റൂം കിട്ടാനാണ് പണി, വീടും. ആര്? ഈ റുമേനിയയിൽ അവരല്ല, ഇതെല്ലാ കൺട്രിയിലും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണ്. എല്ലാ കൺട്രിയിലും. അവര് മാൾഡോവയിലുണ്ട്, യുഗസ്ലാവിയയിലുണ്ട്, കൊസോവയിലുണ്ട്. നമ്മൾ ഇന്ത്യക്കാരെ പോലെ ഇരിക്കും ചിലവര്. അത് നാടോടികളാണ്. നാടോടികള് വടക്കേ ഇന്ത്യയിലുണ്ട്. റൈറ്റ്. വടക്കേ ഇന്ത്യയിലുണ്ട് ഈ നാടോടികൾ. അവര് സെന്റ് മാർക്കോ റിയാൽറ്റോ ഇതിലേം പറയുന്നുണ്ട്, അതിലേം പോകുന്നുണ്ട്. പക്ഷെ ഇതിലെ പോകണ എളുപ്പം. ഇതൊരു ചർച്ചാണത്.
നമുക്ക് അവരോട് പറഞ്ഞ് പണിയാനില്ല. അവർ പിച്ചക്ക പോലും അവിടെ ചേർന്ന അത് കുറെ ഏത് വഴിക്ക് വന്നാലും നിങ്ങളവിടെ എത്തും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഏത് വഴിക്ക് വേണമെങ്കിലും പോയാലും അത് ഈ ചില ഈ 3 പൊന്തേ ഉള്ളൂ. മനസ്സിലായ? ഒരെണ്ണം അക്കാദമിയ, ഒന്ന് റിയാലിറ്റോ, പിന്നെ വേറെ ഒരെണ്ണം കുറേ ദൂരമുണ്ട്. അല്ല അതിലേ പോകായിരുന്നല്ലോ ചേട്ടാ. അത് അതിൽ പോവാം. ഏത് വഴിക്ക് പോയാലും തിരിച്ചു വരുമ്പോഴാണ് കോമഡി. കുറേ സ്ഥലത്ത് ഫെറോവിയാന്ന് എഴുതിയിട്ടുള്ളൂ. ഇത് കറക്കമാണ്. എന്നിട്ട് ഷോർട്ട് എടുക്കുമ്പോൾ ഒന്ന് പാസ്തേക്ക് ഒന്നും ഇവിടെ നമ്മളവിടെ അത് നമുക്കവിടെ വെറുതെ ഇട്ടിട്ട് നമുക്ക് പറ്റൂല. പക്ഷെ ഇവിടെ വരുമ്പില്ലേ നടന്ന് കഴിയുമ്പോ ഇതൊക്കെ ദൈവമേ. അതല്ല ഏട്ടാ, അത് നമുക്ക് വിശന്നിട്ടല്ല, പുറപ്പാണി ഇവിടെ ഒരു സാധനം കിട്ടാനില്ല. അത് മാത്രമേ ഉള്ളൂ. ഇതാ ഐസ്ക്രീം ഇവിടേക്ക് വല്ല ഓർഡർ ആയിരിക്കും. ഐസ്ക്രീം വേണോ ഈ പറഞ്ഞോളൂ. ഗ്ലൂട്ടൈൻ ഫ്രീ. ആര് ഉണ്ട് 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 ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ മറ്റു ബിസിനസ്. ഇവിടെ എന്താണ്ട് ഒച്ചയമ്പോഴും ഉണ്ടല്ലോ. ഏത് ബോട്ടിൽ? അതന്നെ ആരുമില്ല സത്യം. ബിയർ പ്ലേസ് ഉണ്ട്. ഇതെന്തിനാണെന്നറിയാം? ബോക്സ് അല്ല, കിണറൊന്നല്ല. എല്ലാം പക്ഷെ അതിൽ വെള്ളം തൊട്ട് ഉപ്പുവെള്ളം ആയിരിക്കില്ല. അതെനിക്കറിയില്ല. സാധാരണ നല്ല വെള്ളം കിട്ടാറ്. പക്ഷെ ഒരു വെള്ളം പണ്ടല്ല വഴി മാറിയ ഒരു സെക്കൻഡ് നോക്കോണ്. നമ്മളപ്പുറത്തെ വഴിക്കാ പോകണ്ടായിരുന്നെ. പോവാ, ഇതിലേം പോവാ. നമ്മളെ ആ നേരത്തെ കണ്ട വഴിയില്ലേ, ആ വഴിക്കാ പോകണ്ടായിരുന്നെ. ആ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്യും. അതിലേക്ക് ഇറക്കും. കാണാൻ വേണ്ടി ഇതൊന്നും സംഭവം. ഇതൊരു സെറ്റപ്പ്. ആ വഴിയാണ് ബ്രൂഷ്യ. എൻ്റെ പറയില് ഈ വഴി തന്നെയാണ്. അതേന്നോ റിയാലിറ്റി അപ്പുറത്തെ വഴിയാ. ആ വഴിയായിരുന്നു. കാരണം കുറെ വഴിയായിട്ടു. നമ്മള് വേറെ ലൈറ്റിലേക്കാണോ പോണേന്ന് ഡൗട്ട്. വേറെ നമ്മള് പോണ ഡയറക്ഷൻ ജീവിക്കട്ടെ. ഇതില് ഹാപ്പി ആയിട്ട് നമ്മൾ പണിയെടുത്ത് വരികയാണ്. അവര് സന്തോഷിച്ചു വരികയാണ്. ഇവിടെ അങ്ങനെ മാള് വെക്കലൊന്നും ഉണ്ടാവില്ല. വഴി ഞാൻ നോക്കണുണ്ട്. ഇപ്പൊ വഴി കുറച്ച് മാറിയ ടൈമിനുള്ളിൽ കയറണ്ടേ.
ഡയറക്ഷൻ തെറ്റിയിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് കട്ട് അല്ല, ലോങ് ഷോട്ടാണ്. ചെല്ലും, എല്ലാം പറഞ്ഞു, എല്ലാം വഴി. പക്ഷെ നമ്മൾ ഒത്തിരി കറങ്ങാനുള്ള സമയമില്ലല്ലോ നമുക്ക് ലിമിറ്റ്. അവിടെ കിടന്നു മരിക്കും. ഇത് മരിക്കില്ല, ഇങ്ങനെ ഇരിക്കില്ല, മുങ്ങിച്ചാവും. ഇത് പെട്ടെന്ന് സാൻ മാർക്കോയിൽ എത്തുന്നതാണ് റിയാലിറ്റിക്ക് മുമ്പ്. അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. തിരിച്ചു വരുമ്പോൾ നമുക്ക് റിയാലിറ്റി കയറാം, അല്ലാതെ നടക്കില്ല. ചിലപ്പോൾ റിയാലിറ്റി കാണാൻ പറ്റില്ല. ഇല്ല, അത് ചിലപ്പോൾ അതെ നമ്മൾ കറക്കമാണ്, ഭയങ്കര കറങ്ങണേ കിടന്ന്. നമ്മൾ ഷോർട്ട് കട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു പാലത്തിന് അത് ഇവിടെ തൊട്ടായിരുന്നു, നമ്മൾക്ക് ഇറങ്ങിപ്പോയി. കമോൺ ഗൈസ്, ഇനി ഷോർട്ട് കട്ട് എടുത്തില്ലെങ്കിൽ ടൈം വേസ്റ്റ് ആവും നമ്മുടെ. ഇവിടെ കുറെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. റൈറ്റ്, ഇതല്ല ഫെറോവിയ പ്യാസ del റോമാണ്. ഞങ്ങൾക്ക് ഇതിലെ ഇതിലാണ് ഇതിലെ അല്ല, ഇന്ന് ഷോർട്ട് കട്ടാണ്. വഴി ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ലെഫ്റ്റ് റൈറ്റിന് എടുക്കണില്ലേ, അവിടെ തെറ്റി. നമ്മുടെ ആ മ്യൂസിക്കിന് അങ്ങോട്ട് പോകണ്ട, അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റ് ഉണ്ടായിരുന്നു, ആ ലെഫ്റ്റ് പിടിക്കുന്നത്. കമോൺ ഗൈസ്, ഇവിടുന്ന് ലെഫ്റ്റ്. റൈറ്റ്, റൈറ്റ് റൈറ്റ് റൈറ്റ്. അവരെല്ലാവരും വരട്ടെ, വഴി എത്തിപ്പോ. എല്ലാവരും എത്തിയാ? മിസ്സിങ് ആവുന്നു. നമുക്കിനി നേരെ okay. I know. ആ വഴിയോ ആ ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് എടുത്ത് പോകണം, സമയം പോകും. ആ ഷോർട്ട്
ആദ്യം അത് കണ്ടിട്ട് പോരാം. അത് വരുമ്പോൾ പോകുമ്പോൾ വേറെ കയറാം. ശരിക്കും വഴി ഏത് അറിയാം, അതാണ് വിഷയം. നമുക്ക് ഷോർട്ട് കട്ട് അല്ലായിരിക്കും. ഷോർട്ട് കട്ടാണ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ നമ്മുടെ നാട്ടിലെ ഇടവഴിയില്ലേട്ടാ, നമ്മുടെ നാട്ടിലെ ഇടവഴി മറ്റേ ബൈക്കൊക്കെ പോണ ഇടവഴി, അത്ര സ്പേസ് ഉള്ളു. കണ്ടില്ലേ, ഇവിടെ ആർക്കും കാറൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, എല്ലാവർക്കും പോട്ടായിരിക്കും. ഇവർക്ക് കാറുണ്ട്. എവിടെയാന്ന് പറയുമ്പോ ചന്ദ്രോയിൽ അപ്പുറത്ത് പോയിട്ടുള്ളൂ. ഇവിടെ പാർക്കേജ് കുറയായിരിക്കും. അത് വഴിയാണ് തോന്നുന്നത്. No, my second visit. But I was here. നമ്മൾ വഴി ഇറങ്ങിപ്പോയി. അത് ആ ഐലൻഡിൽ കിടന്ന് തന്നെ കറങ്ങണം. ഫസ്റ്റ് ഐലൻഡിൽ കിടന്ന് കറങ്ങിപ്പോയി. അത് നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ നേരെ ഇത് തിരിച്ചെത്തൂല. ഇതെന്ന് പറഞ്ഞാൽ ചുരുള് പോലെയാ, നമുക്ക് എപ്പോഴും വഴി തെറ്റും. ഒരു പിടുത്തം കിട്ടില്ല. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഇവിടെ ജനിച്ച ആൾക്കാരില്ലേ അവർക്ക് പറ്റും, അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കണം, അല്ലാണ്ട് പറ്റില്ല. അതെല്ലാം ഈ നോർത്ത് മുഴുവൻ അവന്മാരയിലല്ലേ വമ്പശത്തില്ല. നമ്മളിപ്പോൾ വന്നപ്പോൾ ലാൻഡ് ഇവരെല്ലാം ഉണ്ടാക്കി ഇവിടെ തന്നെ സെയിൽ ചെയ്യണമല്ലോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇവരെ ട്രേഡ് സീക്രട്ട് ഇവര് ആദ്യം പുറത്തു പോയിട്ട് അതായത് നമ്മളെത്തി. നമ്മളെത്തിന്ന് പറഞ്ഞേക്ക്. നമ്മളെത്തിയായിട്ടാ എത്തി. നമ്മളെ ഇവർ പുറത്ത് ആദ്യം ജോലിക്ക് വേണ്ടി പോയി. ഗവൺമെൻറ് സപ്പോർട്ടോ ടെക്നിക്കൽ സപ്പോർട്ടോ ലോൺ സപ്പോർട്ടോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ എഡ്യൂക്കേഷൻ സപ്പോർട്ടോ ഡോക്യുമെൻ്റ് ഒന്നും തന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മൾ പൈസ അയക്കുന്നു എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എന്ത് ചെയ്യുന്നു? ഇവർക്ക് ചൈനീസ് ഗവൺമെൻറ്റിനുള്ള ട്രെയിനിങ് ഉണ്ട്, പൈസ ഉണ്ട്, ഫണ്ടുണ്ട്. അവർക്ക് ബ്ലാക്ക് ഉണ്ട്. സിസിലിയിൽ ഇവിടുത്തെ ന്യൂസിൽ വന്നതാണ്. ഏത് ബിസിനസ് ആ ട്രേഡ് കൊടുക്കുന്നത് വിൽക്കണ്ടേ, ഔട്ട്ലെറ്റും ഉണ്ട്. നമ്മൾ വിദേശത്ത് ഔട്ട്ലെറ്റ് എടുക്കാനുള്ള ഒരു പ്രൊഡക്ഷനും നമ്മുടെ ഗവൺമെന്റിന് ഇവിടെ എവിടെ കൊടുക്കണേ? ഇതാണ് റിയാലിറ്റോ. ഇത് പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ നോട്ടാ. നിങ്ങളുടെ ഫോട്ടോ ഈ ആണെന്നൊക്കെ പറഞ്ഞത് നേരത്തെ. ഇപ്പൊ 5 രൂപ കൊടുക്കണം, 5 യൂറോ കൊടുക്കണം കയറുന്നതിന്. ബോട്ടയിൽ പോയല്ല, അവിടെ കയറുന്നതിന് എൻട്രൻസ് ഫീസ് 5 രൂപ കൊടുക്കണം. ഇപ്പൊ നേരത്തെ ഫ്രീ ആയിരുന്നു. ആണോ? നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് ¿Seguro? No.
എന്തെങ്കിലും മേടിക്കണുണ്ടോ? ചിപ്പി